കാശിയുടെ വീട്ടിൽ ആദിയും മുത്തശ്ശിയും ധനുവും കൂടി ഉമ്മറത്തിരിക്കുകയാണ്. ആദി, മോനെ, ഇനി എന്താ പ്ലാന്? മുത്തശ്ശി ചോദിച്ചു. എങ്ങനെയെങ്കിലും അശ്വതിയെ വീട്ടിലേക്ക് കൊണ്ടുവരണം. അത് ഇനി അച്ഛൻ വിചാരിക്കണം. രാമു, രാമചന്ദ്രനെ രാമു എന്നാണ് അമ്മ വിളിക്കുന്നത്. വിളിക്കുമെന്ന് തോന്നുന്നുണ്ടോ? വിളിക്കും, ഞാൻ പറഞ്ഞോളാം. അല്ല, നിന്റെയും ധനുവിൻ്റെയും കാര്യം വീട്ടിൽ സംസാരിക്കണ്ടേ? വേണം, അത് മുത്തശ്ശി സംസാരിച്ചാൽ മതി. ആദി പറഞ്ഞതും അവളിൽ നാണമുണ്ടായി. കണ്ടില്ലേ പെണ്ണിൻ്റെ നാണം, മുത്തശ്ശി കളിയോടെ പറഞ്ഞു. അപ്പോഴാണ് പാർവതി അങ്ങോട്ട് വന്നത്. എന്താണ് മുത്തശ്ശിയും കൊച്ചുമക്കളും തമ്മിലൊരു ചർച്ച? ഒന്നുമില്ല പാർവതി, അവരുടെ കല്യാണക്കാര്യം പറഞ്ഞതാണ്. നാടറിയിച്ച് നടത്തണം. മുത്തശ്ശി പാർവതിയെ ഒന്ന് കൊള്ളിച്ചു പറഞ്ഞു. എൻ്റെ മകൻ്റെയും നാടറിയിച്ച് നടത്താൻ തന്നെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതിനായി ഞാൻ അവന് പറ്റിയ പെണ്ണിനെ കണ്ടുവച്ചിരുന്നു. പക്ഷെ എന്തു ചെയ്യാൻ, അവൻ എവിടെ കല്യാണം കഴിച്ച് ജീവിക്കുകയാണ്. ഇപ്പോഴല്ലേ അറിഞ്ഞത്. അമ്മയുടെയും അച്ഛൻ്റെയും ആഗ്രഹം അവൻ കണ്ടില്ല. വിഷമത്തോടെ പാർവതി പറഞ്ഞു. സമയം വൈകിട്ടില്ല പാർവതി. മോൻ്റെ ജീവിതത്തിൽ നിന്നും എത്രയും വേഗം അവളെ ഒഴിവാക്കി നിങ്ങളുടെ ആഗ്രഹം പോലെ കല്യാണം നടത്തുക. പെണ്ണ് ഗർഭിണിയായാൽ പിന്നെ ഒന്നും നടക്കില്ല. അതിനു മുന്നേ അകറ്റുക. കാശിക്ക് ചേർന്ന പെണ്ണല്ല അവള്. ഇതിലും നല്ല ബന്ധം അവന് കിട്ടും. മുത്തശ്ശി അവർക്ക് നേരെ ഉഗ്രവിഷം തന്നെ ചീറ്റി. അത് പാർവതിയിൽ കൊണ്ടു. ആൻറ്റി, അവളെ പോലെ ഒരു ജാതകദോഷമുള്ളവളെയല്ല ആൻറ്റിക്ക് മരുമകളായി കിട്ടേണ്ടത്. ഐശ്വര്യമുള്ളവളെയാണ്. ആൻറ്റി കണ്ടുപിടിച്ച പെണ്ണിനെ കൊണ്ട് തന്നെ ഉടനെ കെട്ടിക്കാൻ നോക്ക്. ആദിയും പാർവതിയോട് പറഞ്ഞു. മൂവരും അവിടുന്ന് എഴുന്നേറ്റ് പോയി. പകുതി എത്തിയതും ആദ്യ തിരിഞ്ഞു നോക്കി. എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുന്ന പാർവതിയെ കണ്ടതും അവൻ്റെ മനസ്സിൽ സന്തോഷമുണ്ടായി. എന്നാൽ ഇതൊക്കെ കേട്ട ആള് ദേഷ്യത്തോടെ അവരെ നോക്കി. നിന്റെയൊക്കെ ഒരു കളിയും നടക്കില്ല, നടത്തിക്കില്ല ഞങ്ങൾ. അവരെ വേർപിരിക്കാൻ നിന്നെ കൊണ്ടൊന്നും ആകില്ല. വരും, അവളെയും കൊണ്ട് അവൻ തെക്കേ കരയിലേക്ക്. അവൻ കാലുകുത്തുന്ന അന്ന് തൊട്ട് നിങ്ങളുടെയൊക്കെ നാശമായിരിക്കും. കാശിനാഥനാണ്, കാശിനാഥൻ മഹാദേവൻ. ലച്ചുവിനെ വീട്ടിലാക്കാൻ പോയവർ അവളുടെ വീട്ടിലേക്ക് കയറി. അമ്മയും അനിയനും മാത്രമേ അവൾക്കുള്ളൂ. അമ്മ സുജാത, അനിയൻ ശ്രീരാഗ്. അമ്മയാണ് രണ്ടുപേരെയും പഠിപ്പിക്കുന്നത്. അവർക്ക് തയ്യലുണ്ട്. ഒപ്പം അവിടെ അടുത്തുള്ള വീട്ടിൽ അടുക്കള പണിയും പോകുന്നുണ്ട്. കോളേജ് കഴിഞ്ഞ് വന്നാൽ അവൾ അടുത്തുള്ള കുട്ടിക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. പിന്നെ തയ്യലും അറിയാം. ശനിയും ഞായറും അവൾ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ എടുത്തു വയ്ക്കാനും പാക്കിങ്ങിനും പോകുന്നുണ്ട്. തൻ്റെ കഷ്ടതകളൊന്നും തന്നെ ആരോടും അവൾ ഷെയർ ചെയ്യാറില്ല. അച്ചുവിനറിയാം കുറച്ചൊക്കെ. അവളെ കൊണ്ട് അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഹരി ഇതൊക്കെ അറിയുന്നത്. അതും അവളുടെ അമ്മ പറഞ്ഞ്. ഹരിക്ക് അവളോടുള്ള ഇഷ്ടം അത് അമ്മയോട് പറഞ്ഞപ്പോഴാണ് അവർ ഇതൊക്കെ അവനോട് പറഞ്ഞത്. അവൾക്ക് സമ്മതമാണെങ്കിൽ നടത്താമെന്ന് അവർ പറഞ്ഞു. ലച്ചുവിനോട് ഹരി പറഞ്ഞോളാമെന്ന് പറഞ്ഞു. അവളുടെ അമ്മ ഭക്ഷണമൊക്കെ കഴിപ്പിച്ചാണ് അവനെ അവിടെ നിന്നും വിട്ടത്. അവൻ്റെ ഉള്ളിലെ സ്നേഹവും നന്മയും ആ അമ്മയ്ക്ക് തിരിച്ചറിയാനുമായി. വൈകിട്ട് ആശുപത്രിയിൽ പോകാൻ നിൽക്കുകയായിരുന്നു ഹരിയും മഹാദേവനും. മഹിയേട്ട, ഞാനും കൂടി വന്നോട്ടെ? പാർവതി മടിച്ചു ചോദിച്ചു. വേണ്ട, ഞങ്ങൾ പോയിട്ട് വരാം. പ്ലീസ്, എൻ്റെ മകന് കൂടിയാവൻ. എനിക്ക് കാണണം. എൻ്റെ മനസ്സിലെ ആദി, അത് നിങ്ങൾക്കെന്താ മനസ്സിലാകാത്തത്? അതെങ്ങനെയാ? സ്വന്തം മകനെ മനസ്സിലാക്കിയിട്ടില്ല, അപ്പോഴെന്നെ മനസ്സിലാക്കുന്നത് എങ്ങനെയാ? അവർ ദേഷ്യത്തോടെ പറഞ്ഞു. ദേവച്ച, വഴക്ക് വേണ്ട, അമ്മ വന്നോട്ടെ. നീ ഇതെന്തറിഞ്ഞിട്ടാ ഹരി? അവിടെ എല്ലാവരെയും നിർത്തില്ല. ഇന്നെന്തായാലും നമ്മൾ പോയിട്ട് തിരിച്ചു വരില്ലേ? പിന്നെന്താ? നീ ദേവിയുടെ അടുത്ത് പോയിട്ട് വാ. നിന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാശിയുടെ അച്ഛൻ ഹരിയോട് പറഞ്ഞു. ഹരി ദേവിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർ അവൻ്റെ കയ്യിൽ രാത്രിയിലേക്കുള്ള ഭക്ഷണം ഏൽപ്പിച്ചു. ഇതെന്താ ഹരി? കയ്യിലെ വലിയ സഞ്ചി ചൂണ്ടിക്കൊണ്ട് പാർവതി ചോദിച്ചു. ഇതവർക്കുള്ള ആഹാരമാണ്. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണ്ടാക്കുമായിരുന്നു. വേണ്ട, എന്നിട്ട് വേണം അതിൽ ആരെങ്കിലും വിഷം ചേർത്തിട്ടുണ്ടെന്ന് അവൻ ചോദിക്കാൻ. ഇതാകുമ്പോൾ നിന്റെ മകൻ വിശ്വസിച്ച് കഴിച്ചോളും. നമ്മളെയൊക്കെ അത്ര വിശ്വാസം അവന് പോരാ. അത്രയും പറഞ്ഞ് മഹാദേവൻ കാറിലേക്ക് കയറിയിരുന്നു. ഹരി സാധനങ്ങളൊക്കെ കാറിൽ വെച്ച് പാർവതിയും കയറിയതും അവർ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. എന്തായി പിള്ളേരെ കാര്യങ്ങൾ? കാശി, അവള് വേണ്ടെന്ന് വെക്കോ? ശ്രീജ ആദിയോട് ചോദിച്ചു. അതിനല്ലേ നമ്മൾ പാർവതി ആൻറ്റിയെ പിരികേറ്റി വിട്ടത്. അവളെ കൊണ്ടൊന്നും നടക്കില്ല. ഭർത്താവ് ശരണമെന്ന് പറഞ്ഞ് നടക്കുന്നവളാണ്. പിന്നെ കാശിയെ ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ്റെ കൂടെ അവൾ നിൽക്കുകയുള്ളൂ. ശ്രീജാൻ ഇഷ്ടത്തോടെ പറഞ്ഞു. തൻ്റെ മകൻ്റെ ജീവൻ അവൻ്റെ ഭാര്യയുടെ ദോഷം കൊണ്ട് ഇല്ലാതാകുമെന്ന് പറഞ്ഞ ഏതമ്മയ്ക്കാണ് നോവാതിരിക്കുക? നമ്മൾ എരുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അതാ മനസ്സിൽ കിടന്നു ആളി കത്തുന്നുണ്ട്.
അതിൻ്റെ തുടക്കമാണ് മഹാദേവനുമായിട്ടുള്ള ഇന്നത്തെ കൊമ്പുകോർക്കൽ. മകനെ പറഞ്ഞവർ അവരുടെ വരുതിയിലാക്കും, നോക്കിക്കോ, ആദി ക്രൂരതയോടെ പറഞ്ഞു. അത് കൊള്ളാം, അപ്പം അവിടെ ഒരു തല്ലുണ്ടാകും. ആ, അല്ലേലും ആ കുടുംബം ഒന്ന് തകരുന്നത് നല്ലതാ, ശ്രീജ സന്തോഷത്തോടെ പറഞ്ഞു. അവർക്ക് പാർവതിയെ ഇഷ്ടമല്ലായിരുന്നു. ഇതേ സമയം ആശുപത്രിയിൽ ഹരിയൊക്കെ കൊണ്ടുവന്ന ഫുഡ് കഴിക്കുകയായിരുന്നു എല്ലാവരും. നന്ദനും കാശിക്കും കഞ്ഞി കൊടുത്തു. മോനെ കാശി, ഡിസ്ചാർജ് ആയാലേ നമുക്ക് വീട്ടിലേക്ക് പോകാം. മുത്തശ്ശിക്കും മുത്തശ്ശനും നിന്നെ കാണണമെന്ന് ഒരേ വാശി. ആലോചിക്കാം അമ്മേ, വരുമ്പോൾ അശ്വതിയും എൻ്റെ കൂടെ ഉണ്ടാകും. അതിലാർക്കും എതിർപ്പില്ലെങ്കിൽ ഉറപ്പായിട്ടും വരും. അമ്മയ്ക്കൊരു എതിർപ്പുമില്ല, നീ വന്നാൽ മാത്രം മതി, ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. കാശി തൻ്റെ അച്ഛനെ നോക്കി. എന്നെ ഇങ്ങനെ നോക്കണ്ട, നിന്റെ വാശി ജയിക്കട്ടെ, എനിക്ക് സമ്മതമാണ്. പക്ഷേ എല്ലാ കാര്യങ്ങളും അറിയണം, അവിടെ ഉള്ളവർ, മറഞ്ഞിരിക്കുന്ന എല്ലാം. എന്തു കാര്യം? പാർവതി സംശയത്തോടെ ചോദിച്ചു. ഇവളുമായിട്ടുള്ള എല്ലാ കാര്യവും പാർവതിയുടെ അടുത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അശ്വതി അച്ഛനെ വിഷമത്തോടെ നോക്കി. അത് ഞാൻ പറഞ്ഞോളാം അച്ഛാ, ഞാൻ അവിടെ തറവാട്ടിലെത്തിയാൽ എല്ലാം അവരോട് പറഞ്ഞോളാം, തെളിവ് സഹിതമല്ലേ വരുന്നത്. അവനും തൻ്റെ അച്ഛനോട് കയർത്തു മറുപടി പറഞ്ഞു. ഇനി വീണ്ടും തുടങ്ങല്ലേ അച്ഛനും മോനും അംഗം. അശ്വതി മോളെ കൊണ്ടല്ലേ അവൻ വരുന്നത്, എല്ലാം ശരിയാകും, മോള് വിഷമിക്കണ്ടാട്ടോ, അമ്മയുണ്ട് കൂടെ. എന്നാൽ ഡിസ്ചാർജ് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ നമുക്ക് പോകാം, കാശി പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലെ, അപ്പോഴേക്കും എൻ്റെ മോളുമായി എനിക്കൊന്നുകൂടെ എടുക്കാം. അച്ചുവിനെ തലോടിക്കൊണ്ട് അവൻ്റെ അമ്മ പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അയ്യേ, കരയുവാണോ എൻ്റെ മോള്? ദേ നോക്കിക്കേ, ഇനി കണ്ണുകൾ നിറയാൻ അമ്മ അനുവദിക്കില്ല കേട്ടോ. അവൾ കണ്ണു തുടച്ചുകൊണ്ട് അവരെ നോക്കി. കാശി അവളെ നോക്കി. അവന് തൻ്റെ അമ്മ അവളെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് പോലും ഇഷ്ടമായില്ല. തന്നേക്കാൾ കൂടുതൽ ആരും അവളെ സ്നേഹിക്കണ്ട എന്ന സ്വാർത്ഥത അവൻ്റെ മാത്രമാണ്. അവൻ കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ളവരോട് അവൾക്കുള്ള സ്നേഹം. അങ്ങനെ കാശിയുടെ അച്ഛനും അമ്മയും ഹരിയും തിരികെ വീട്ടിലേക്ക് വന്നു. ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ വന്ന പാടെ അവർ ഉറങ്ങി. ഇതേ സമയം മുകളിലെ നിലയിൽ തൻ്റെ മുറിയിലിരുന്ന് തന്നെ തൻ്റെ അച്ഛനും അമ്മയ്ക്കും ബാക്കിയുള്ളവരും ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയവൾ പതിയെ എഴുന്നേറ്റ് ആദിയുടെ മുറിയിലേക്ക് ചെന്നു. അവൾ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. അവിടെ അവൻ അവളെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു. എന്തിനാ വരാൻ പറഞ്ഞേ? എനിക്കെൻ്റെ പെണ്ണിനെ ഒന്ന് കാണാൻ തോന്നി. നിന്നെ കയ്യിൽ കിട്ടുമ്പോഴൊക്കെ ഒന്നല്ലെങ്കിൽ നിന്റെ തള്ള, അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശി, ഇതാകുമ്പോൾ ആരും അറിയില്ല. അവൻ അവളെ തഴുകിക്കൊണ്ട് പറഞ്ഞു. കല്യാണത്തിന് മുന്നേ കാണുന്നത് അത്ര നല്ലതല്ല കേട്ടോ, അവൾ കുറുമ്പോടെ പറഞ്ഞു. എന്തായാലും ഞാൻ കാണേണ്ടതല്ലേ, ഇത്തിരി നേരത്തെ കണ്ടാലും കുഴപ്പമില്ലെന്നേ, അവനും കുറുമ്പോടെ പറഞ്ഞു. അയ്യേ, പോ അവിടുന്ന്. അവനെ തള്ളി മാറ്റി അവൾ എഴുന്നേറ്റു. എന്നാൽ അവൻ അവളെ പിന്നിൽ നിന്നും പുണർന്നു. അവളുടെ കഴുത്തിടുക്കിലൊന്ന് മുത്തി. അവൾ ആദ്യമായി അറിയുന്ന സ്പർശനം. ധനു, നിന്നെ എനിക്ക് തിന്നാൻ തോന്നുന്നു. അവൻ്റെ ഓരോ വാക്കുകളും അവളിൽ മാറ്റമുണ്ടാക്കി. അടക്കി നിൽക്കുക ആദ്യേട്ടാ, എനിക്കെന്തോ പോലെ. എന്തുപോലെ? അവൻ കള്ളച്ചിരിയാലെ ചോദിച്ചു. പോ അവിടുന്ന്. ആദ്യേട്ടൻ എന്നോട് എന്തേലും പറയാനുണ്ടോ? നിനക്ക് എങ്ങനെ മനസ്സിലായി? അവൻ അവളെ നോക്കി ചോദിച്ചു. ആ മനസ്സ് പറയുന്നത് എനിക്കറിയാൻ കഴിയും. കാരണം ഞാൻ അത്രമേൽ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. കാശിയേട്ടനെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു ഇഷ്ടം തോന്നിയിട്ടില്ല. ചിലപ്പോൾ അമ്മയുടെ ആഗ്രഹപ്രകാരം നോക്കിയത് കൊണ്ടാകാം. ബട്ട് ആദിയേട്ടനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാനായിട്ട് അമ്മയോട് പറഞ്ഞതെൻ്റെ ഇഷ്ടം. അവൾ അവനെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു. ആദിയെ കിട്ടാൻ വേണ്ടി അവൾ ഉണ്ടാക്കിയ സ്ക്രിപ്റ്റ്. കാശിയെ കിട്ടില്ല, ആദിയെങ്കിലും വേണം. എന്നാൽ ഈ പണത്തിൽ മുങ്ങി ആർഭാടത്തോടെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയുള്ള സ്നേഹനാടകം. അവനോടൊത്ത് തൻ്റെ സ്വപ്ന ജീവിതം യാഥാർത്ഥ്യമാക്കാൻ അവൾ പറഞ്ഞു. അതൊക്കെ എനിക്കറിയാം, എന്നെ നിനക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന്. നീ എൻ്റേത് മാത്രമാണ്, എൻ്റേത് മാത്രം. അതിനു മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞ നീ അനുസരിക്കുമോ? നിനക്കറിയാലോ, ആ കല്യാണി എന്നെ വശീകരിച്ച് നേടിയത്. അതിൻ്റെ കുറച്ച് ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. അവൾ എനിക്ക് തന്നിരുന്ന ഫുഡിൽ എന്തൊക്കെയോ ചേർത്ത് തന്ന് എന്നെ നേടിയവളാണ്. നിനക്കറിയാലോ, എൻ്റെ മുറിയിൽ ക്യാമറ ഉണ്ടെന്ന്. അതിൽ കുറച്ച് ക്ലിപ്സ് കിട്ടിയിട്ടുണ്ട്. ഒപ്പം അവൾ എനിക്ക് അയച്ചു തന്ന ഫോട്ടോസും വീഡിയോസും. കാണുന്നവർക്ക് ഞാൻ അവളെ പുണരുന്നതും അവളെ സ്വന്തമാക്കുന്നതുമായിട്ടേ തോന്നുള്ളൂ. അതാണല്ലോ അവൾക്കും വേണ്ടത്. അതിലൂടെ എൻ്റെ സ്വത്തുക്കൾ, അതാണ് അവൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇപ്പോൾ അവൾക്ക് വേറൊരുത്തിനെ കിട്ടിയേക്കുകയാണ്. എന്നെ കിട്ടില്ല എന്നറിഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു ആ നന്ദകുമാർ എന്ന ചെറുക്കനെ വശീകരിച്ചിരിക്കുന്നത്. അത് പാടില്ല. അവൾ എന്നോട് ചെയ്തതിൽ കുഞ്ഞു ഡോസ് ഞാൻ കൊടുക്കണ്ടേ? അതുകൊണ്ട് അവളെ ഞാൻ നല്ല വിലക്ക് വിൽക്കാൻ തീരുമാനിച്ചു. നിന്റെ അഭിപ്രായം എന്താണ്? ആദി കുടിലതയോട് അവളോട് പറഞ്ഞു. നല്ല തീരുമാനം.
കുറച്ച് ക്യാഷ് കിട്ടുന്ന പരിപാടിയല്ലേ, ഇവളെ പോലുള്ളവർക്ക് അത് മതി പണി കൊടുക്കാൻ. അങ്ങനെ ഇപ്പോൾ നിന്റെ സ്വത്തുക്കളൊന്നും അവൾ അനുഭവിക്കേണ്ട. ഇതിപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടത്? നീ ആ ഫോട്ടോസും വീഡിയോസും അവളെ കാണിച്ചൊന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യ്. പറഞ്ഞതുപോലെ അനുസരിച്ചില്ലെങ്കിൽ നാട് മൊത്തം ഇതൊക്കെ കാണുമെന്ന് പറഞ്ഞാൽ മതി. അവൾ പേടിച്ച് അനുസരിച്ചോളും. നമ്മൾ പറയുന്നിടത്ത് വന്നോളും അവൾ. നല്ല ഐഡിയ, ഞാൻ ഏറ്റു. അങ്ങനെ നിന്നെ വശീകരിച്ചറിഞ്ഞവളെ ഞാൻ വെറുതെ വിടാൻ ഒരുക്കമല്ല. അനുഭവിക്കട്ടെ അവൾ. ദേഷ്യത്തോടെ ധനു പറഞ്ഞു. നിനക്കിഷ്ടക്കേടുണ്ടോ? ഞാൻ അവളുമായി. ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്നതല്ലേ ഭർത്താവാകുന്നവൻ അവളുടെ മാത്രം സ്വന്തമായിരിക്കണമെന്ന്. ഇതിപ്പോ ആദ്യം അവളെ നോക്കി പറഞ്ഞു. നീ ധനുവിനെ കുറിച്ച് ഇങ്ങനെയാണോ കരുതിയിരിക്കുന്നത്? എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്. നിന്നെ വേറെ ഒരുവൾ അറിഞ്ഞെന്ന് വെച്ച് എനിക്കൊരു ഇഷ്ടക്കേടുമില്ല. നിന്റെ മനസ്സിൽ അങ്ങനെയൊന്നും വേണ്ട. നീ എനിക്കും ഞാൻ നിനക്കുമുള്ളതായിരിക്കും. അവൾ അവനെ പുണർന്നു പറഞ്ഞതും അവൻ അവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കി. ആദ്യമായി അറിയുന്ന ചുംബന ലഹരിയിൽ അവൾ വിവശതയായി. ചുംബനത്തിൽ തുടങ്ങി അവൻ പതിയെ അവളിലെ പെണ്ണിനെ ഉണർത്തിക്കൊണ്ടേയിരുന്നു. അവളിലും പുതുലഹരിയിലെല്ലാം മറന്നു അവനോട് ചേർന്നു. തിരികെ അവനെയും ചുംബിച്ചുണർത്തി. ഏതോ യാമത്തിൽ ഇരുവരും ഒന്നായി, ഒരുമയായി. തങ്ങളുടെ പ്രണയവീഴ്ചയിൽ ശേഷം ഇരുവരും തളർന്നുറങ്ങി. എന്നാൽ ആ മുറിയിലെ ക്യാമറ കണ്ണുകൾ ഒന്നുപോലും വിടാതെ റെക്കോർഡായി. അവൾ നല്ലപോലെ ഉറങ്ങിയെന്ന് ഉറപ്പായതും അവൻ എഴുന്നേറ്റു. താഴെ നോക്കിയപ്പോൾ കണ്ടു ചിന്നിച്ചിതറി കിടക്കുന്ന അവരുടെ വസ്ത്രങ്ങൾ. അതിൽ നിന്നും തൻ്റെ ബോക്സർ എടുത്തിട്ട് അവൻ ക്യാമറയിൽ റെക്കോർഡായത് നോക്കി. അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവളിലേക്ക് അമരുമ്പോൾ അവൻ അറിഞ്ഞിരുന്നു അവളെ അറിയുന്ന ആദ്യ പുരുഷൻ താനാണെന്ന്. അവളുടെ വേദനയോടെയുള്ള കരച്ചിലും കണ്ണുനീരും അവനത് മനസ്സിലാക്കി കൊടുത്തു. ഒപ്പം ആ ഷീറ്റിലെ ചോരത്തുള്ളികളും. അവൻ തൻ്റെ ക്യാമറ എടുത്ത് മാറ്റിവെച്ചു. എന്നിട്ട് ഫോൺ എടുത്തുകൊണ്ട് അവളുടെ അരികിലേക്ക് ചെന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. മോളെ ധനു, ഇതെൻ്റെ ഇരുന്നോട്ടെ. എനിക്കൊരാളെ തൃപ്തി വരില്ല. പിന്നെ നിന്റെ പേരിൽ നിന്റെ തന്ത എന്തായാലും അയാളുടെ സമ്പാദ്യത്തിൽ പകുതി ഷെയർ എഴുതിയിട്ടുണ്ടാകും. അതുപോലെ നിന്റെ തറവാട്ടിൽ നിന്നും നിനക്കും കിട്ടും. നിന്നെ കെട്ടിയാൽ അതിനൊക്കെ അവകാശി ഞാനാകും. കല്യാണിയെക്കുറിച്ച് പറഞ്ഞു പറ്റിച്ചതുപോലെ നിന്നെക്കുറിച്ച് പറയില്ല. കെട്ടും ഞാൻ നിന്നെ. എനിക്ക് മാത്രമായിട്ടല്ലട്ടോ, ക്യാഷ് തരാമെന്ന് പറയുന്നവർക്കൊക്കെ കൊടുക്കും. അതിനു മുന്നേ നിന്നെ ഞാൻ എൻ്റെ വരുതിയിലാക്കും. അതിനായി ആദ്യം നിന്നെ ഡ്രഗ്സിൻ്റെ ലോകത്തേക്കാക്കും. എന്നാലേ മറ്റുള്ളവർക്കും പ്രയോജനമാവുകയുള്ളൂ. അതുകൊണ്ട് കല്യാണം വരെ ഞാൻ നിന്റെ വിശ്വസ്തനായ കാമുകനാണ്. എത്രയും വേഗം നമ്മുടെ കല്യാണം നടത്തും. പിന്നെ കേട്ടോ മോളെ, എനിക്ക് പണത്തിനോടാണ് സ്നേഹം കൂടുതൽ, ബന്ധങ്ങളോടല്ല. നിന്നേക്കാൾ മുകളിലാണ് പണത്തിൻ്റെ സ്ഥാനം. അതിനായി ഞാൻ എന്തും ചെയ്യും, എന്തും. അതിൻ്റെ ആദ്യപടിയായിരുന്നു നിനക്ക് തന്ന ജ്യൂസ്. ഞാൻ സ്നേഹത്തോടെ തരുന്നത് നീ കുടിക്കുമെന്നറിയാമായിരുന്നു. അതുകൊണ്ടാണല്ലോ നീ എനിക്ക് മുന്നിൽ വഴങ്ങിയത്. ഞാൻ അതിൽ കുറച്ച് ഡ്രങ്ക്സ് ചേർത്തിരുന്നു. അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു. പതിയെ അവളുടെ കയ്യിലേക്ക് അവൾ പോലും അറിയാതെ ഡ്രങ്ക്സ് ഇൻജെക്റ്റ് ചെയ്തു. ഇന്ന് നടന്നതിൻ്റെ അധികമൊന്നും അവളിൽ ഓർമ്മയുണ്ടാകില്ല. അതിനു വേണ്ടിയാണ് അവൻ അത് ഇൻജെക്റ്റ് ചെയ്തത്. മാത്രമല്ല അവൻ ആഗ്രഹിക്കുമ്പോൾ അവൾ അവൻ്റെ അരികിൽ വേണം, അവന് മാത്രമായി. പതിയെ അവളിലെ വസ്ത്രങ്ങൾ ഇട്ടുകൊടുത്തു. അവളെ അവളുടെ മുറിയിലേക്ക് കൊണ്ടുകിടത്തി. തിരിച്ചു തൻ്റെ മുറിയിലെത്തി അവൻ കുടിലതയോടെ പുഞ്ചിരിച്ചു. ഒപ്പം അവളുടെ ചിത്രങ്ങളും അവരുടെ മാത്രമായ ഗ്രൂപ്പ് ചാറ്റിലേക്കിട്ടു. ഞങ്ങളുടെ കല്യാണം അടുത്തുണ്ടാകും. എനിക്ക് സ്വന്തമായാൽ പിന്നെ ആർക്കു വേണമെങ്കിലും തരാം. 50,000 രൂപ ഒറ്റ ദിവസത്തേക്ക്. താല്പര്യമുള്ളവർക്ക് എന്നോട് പറയാം. ഇങ്ങനെ ഒരു അടിക്കുറിപ്പും അവൻ മെസ്സേജ് അയച്ചു. അരമണിക്കൂർ കഴിഞ്ഞതും അവൻ്റെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ ശബ്ദം കേട്ടവൻ ആർത്തു ചിരിച്ചു. ധനുവിൻ്റെ പണത്തിനോടുള്ള ആർത്തി അത് അവളുടെ ജീവിതത്തെ തന്നെ നശിപ്പിച്ചതറിയാതെ അവൾ ആദ്യയെ സ്വപ്നം കണ്ടുറങ്ങി. അവളുടെ ജീവിതം അവളായി തന്നെ നശിപ്പിച്ചു. ഇതിൻ്റെ അവസാനം തൻ്റെ മരണമായിരിക്കുമെന്നും അവൾ അറിഞ്ഞിരുന്നില്ല. അവളായി തന്നെ അവളുടെ മരണം വിളിച്ചു വരുത്തി. ചെയ്തു കൂട്ടിയതും ഇനി ചെയ്തു കൂട്ടാൻ പോകുന്ന പാപങ്ങളുടെയൊക്കെ അവസാന ശിക്ഷ ദൈവം ഇപ്പോഴേ നിശ്ചയിച്ചു. ഇനി എണ്ണപ്പെട്ട ദിവസങ്ങളായിരിക്കുന്നു അവൾക്ക്. ഇതൊന്നും അറിയാതെ അവൾ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി. റാണിയെ പോലെ വാഴുന്നു. ഇഷ്ടം പോലെ പണം, സ്വർണം, ഡ്രസ്സുകൾ. ആർഭാടതയുടെ ലോകത്തേക്ക് അവൾ സ്വപ്നം കണ്ട് ചേക്കേറി.